എൻ്റെ ജീവിത ദർശനത്തെ സ്വാധീനിച്ചിട്ടുള്ള ഒരു മഹദ്വചനം സമീപനം നന്നായാൽ പ്രതികരണവും നന്നാകും എന്നതാണ്. എത്രയോ ഇടങ്ങളിൽ ഞാൻ ഈ ആശയത്തിൻ്റെ സാക്ഷാത്കരണം നേരിൽ കണ്ട് അനുഭവിച്ചിട്ടുണ്ട്. നമുക്കൊരു കാര്യം നേടാനുണ്ടെന്ന് കരുതുക. ഒരു സർക്കാർ ഓഫീസാണ് രംഗമെന്നും കരുതുക. നാം അവിടെ കയറി ചെന്ന് നമ്മുടെ ആവശ്യം നടത്തിത്തരുന്നത് അവിടെ ഇരിക്കുന്നവരുടെ കടമയാണ് എന്ന ഭാവത്തിൽ അത് ഉടനടി നേടിയെടുക്കാൻ ശ്രമിച്ചാൽ മിക്കവാറും പരാജയമായിരിക്കും ഫലം. സർക്കാർ ഉദ്യോഗസ്ഥർ നമ്മുടെ അടിമകളല്ല. അവരുടെ സേവനം നമുക്ക് വിലപ്പെട്ടതാണ്. ഇക്കാര്യം ഉള്ളിൽ വെച്ചുകൊണ്ട് മാന്യമായി സൗമ്യമായി സംസാരിച്ചാൽ ഒട്ടും വിഷമമില്ലാതെ നമുക്ക് ആ സേവനം ലഭിക്കാൻ സാധ്യതയേറും. 100% വിജയമൊന്നും അവകാശപ്പെടാൻ പറ്റില്ലെങ്കിലും ശ്രമിച്ചു നോക്കാവുന്നതേ ഉള്ളൂ. ആശയവിനിമയത്തെക്കുറിച്ചുള്ള ക്ലാസ്സുകളിൽ സ്ഥിരം പറയാറുള്ള ഒരു ഉദാഹരണം പല വീടുകളിലും പ്രഭാതത്തിൽ അരങ്ങേറാറുള്ള ഒരു രംഗമാണ്. ജോലിക്ക് പോകാൻ ഇറങ്ങുന്ന ഭർത്താവ് തൻ്റെ വണ്ടിയുടെ താക്കോൽ അഥവാ ഒരു പേന അന്വേഷിക്കുന്നു. ഞാൻ ഇന്നലെ ഇവിടെ വെച്ച പേന എവിടെ? ഈ വീട്ടിൽ ഒരു വസ്തു വെച്ചാൽ വെച്ചിടത്ത് കാണില്ല. വെച്ചിട്ടുണ്ടെങ്കിൽ വെച്ചിടത്ത് കാണും എന്ന് ഭാര്യ. എന്താണ് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ ഭർത്താവ്. ബോധത്തോടെയാണ് വന്നതെങ്കിലല്ലേ എവിടെ വെച്ചു എന്ന് ഓർമ്മിക്കാൻ പറ്റൂ ഭാര്യ. എനിക്ക് ബോധമില്ലാതെയാണ് വന്നതെന്ന് ആര് പറഞ്ഞു? തുടർന്ന് തലേന്ന് ഭർത്താവ് വന്ന വരവിൻ്റെ വിവരണം, കഴിഞ്ഞ കുറേ ദിവസങ്ങളിലെ വരവിൻ്റെ വിവരണം, ഒടുവിൽ നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കാശ് കൊണ്ടല്ല ഞാൻ കുടിക്കുന്നതെന്ന് ഭർത്താവ്. പിന്നെ കൊണ്ടുവന്നതിൻ്റെയും കൊണ്ടുവരാത്തതിൻ്റെയും കണക്കുകൾ, അത് ചെലവാക്കിപ്പോയ വിശേഷങ്ങൾ, എന്തൊക്കെ പുകിലുകളാവും. ചുരുക്കത്തിൽ ഭർത്താവിന് താക്കോലോ പേനയോ കിട്ടുകയില്ല. ഈ മൂഡിൽ ഓഫീസിൽ ചെന്നാൽ അവിടെ കാട്ടിക്കൂട്ടുന്നത് എന്തൊക്കെയാവും? ചുരുക്കത്തിൽ അന്നത്തെ ദിവസം നശിച്ചു. മറിച്ച് ഭാര്യയെ ഒന്ന് സന്തോഷിപ്പിച്ച്, എൻ്റെ പൊന്നല്ലേ, നീ വിചാരിച്ചാലേ കിട്ടൂ, ഒന്ന് കണ്ടുപിടിച്ചതാ എന്ന് പറഞ്ഞാൽ 99% അത് കിട്ടും. നമ്മൾ എന്തു പറയുന്നു എന്നതിനേക്കാൾ എങ്ങനെ പറയുന്നു എന്നതിന് വലിയ പ്രാധാന്യമുണ്ട്. പറയേണ്ട രീതിയിൽ പറയേണ്ട വാക്കുകൾ ഉപയോഗിച്ച് പറയാൻ പഠിച്ചാൽ അതിന് പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വലിയ ഫലമായിരിക്കും കിട്ടുക.